തൃശൂർ റൂറൽ ക്രൈംബ്രാഞ്ച് SI ആയി വിരമിച്ച MP മുഹമ്മദ് റാഫിയാണ് നമ്മോടൊപ്പം. സാർ നമസ്കാരം. ഏറെക്കാലം കള്ളനെ പിടിക്കാനുള്ള അലച്ചിലായിരുന്നു, ഇപ്പോൾ വിശ്രമ ജീവിതം. അതിനിടയിൽ അങ്ങൊരു പുസ്തകമൊക്കെ എഴുതി, എൻ്റെ കുറ്റാന്വേഷണ യാത്രകൾ. അതിൽ ആദ്യത്തെ ചാപ്റ്റർ ഹോളിഡേ റോബേഴ്സിനെ കുറിച്ചാണ്. 2018 ജനുവരി 27 രാത്രി എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത്. ആരാണ് ഈ ഹോളിഡേ റോബേഴ്സ്? 32 വർഷത്തെ പോലീസ് ജീവിതത്തിനിടയിൽ ധാരാളം ഈ മോഷ്ടാക്കളെ പിടികൂടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഈ ഹോളിഡേ റോബേഴ്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്റർ അത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിൽ എടശ്ശേരി ജ്വല്ലറിയിൽ നടന്ന 20 കിലോ സ്വർണം മോഷണം ചെയ്യപ്പെട്ട കേസിലെ പ്രതികളെയാണ് ഈ ഹോളിഡേ റോബേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ മോഷണം നടന്നത് ഈ ജ്വല്ലറിയുടെ ബാക്കിൽ നമ്മളൊരു എന്താ പറയുക മാൻഹോള് തുറന്നുകൊണ്ടാണ് മോഷണം നടന്നത്. ഈ ശനി ഞായർ സാധാരണ അവിടെ അന്ന് ഷോപ്പ് ഉണ്ടായിരുന്നില്ല. തിങ്കളാഴ്ച ഷോപ്പ് തുറക്കാൻ വന്നപ്പോഴാണ് മോഷണം നടന്നതായിട്ട് അറിഞ്ഞത്. പോലീസൊക്കെ എല്ലാം വന്നു നോക്കിയപ്പോഴാണ് അത് 20 കിലോളം സ്വർണം നഷ്ടപ്പെട്ടായിട്ട് അറിയുന്നത് തന്നെ. ഇങ്ങനെ സംഭവം ഉണ്ടായി തന്നെ പോലീസ് ഉടനെ തന്നെ സ്ക്വാഡ് ഉണ്ടാക്കുകയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് കുറച്ച് ആളുകളെ അന്വേഷിക്കുന്ന ആളുകളെ കൂട്ടി സ്ക്വാഡ് ഉണ്ടാക്കുകയും ചെയ്തു. ആ സ്ക്വാഡിൽ ഞാനും അംഗമായിരുന്നു. അന്വേഷണം നടന്നു, സൈബർ അന്വേഷണം നടന്നു. ഒരു വിവരവും അന്ന് കിട്ടിയില്ല. ടവർ ലൊക്കേഷൻ എല്ലാം എടുക്കും, എന്ന് ടവറിൽ വരുന്ന എല്ലാ നമ്പറും എടുക്കും, ഒന്നും അന്വേഷണം കിട്ടിയില്ല. അവസാനം ഈ എല്ലാ ലോഡ്ജുകളും കേന്ദ്രീകരിച്ച് ഈ ദിവസങ്ങളിൽ താമസിച്ചവരെ കുറിച്ച് അന്വേഷണം നടത്തി. അങ്ങനെ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും പോയി അന്വേഷണം നടത്തി. തൃശ്ശൂർ ജില്ലകളിലെ ഒരു ഹോട്ടലിൽ നിന്ന് അവിടെ ബിഹാറികളായ 1-2 പേർ താമസിച്ചിരുന്ന ഒരു വിവരം കിട്ടി. അവിടെ നിന്ന് ഒരു ആധാറിൻ്റെ ഒരു കോപ്പി കിട്ടുകയും ഒരു ബീഹാറിലാണ്, പിന്നെ അന്വേഷിച്ച വിവരമൊന്നുമില്ല. അതേക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഈ മോഷ്ടാക്കളിലേക്ക് എത്തിച്ചേർന്നത്. ഈ അന്വേഷണം എന്ന് പറഞ്ഞാൽ വളരെ സംഭവബഹുലമായിട്ടുള്ളൊരു അന്വേഷണമാണ്. ഈ അവൻ ഏതായാലും ബീഹാറിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു അന്വേഷണ ടീം തന്നെ അങ്ങനെ ബീഹാറിലാണ് എന്ന് പറഞ്ഞു. ബീഹാറിൽ അഡ്രസ്സ് അന്വേഷിച്ചിട്ട് അവിടെ പോയി അന്വേഷിച്ചാൽ ഇതിനെക്കുറിച്ചുള്ള വിവരം കിട്ടുമല്ലോ. അങ്ങനെ അവരെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കാമെന്ന് വെച്ചിട്ടാണ്. യഥാർത്ഥ പ്രതിയെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. പ്രതി ആണോ ഇല്ലേ എന്നൊന്നും അറിയില്ല. ഇങ്ങനെ ഒരു നമ്പർ കിട്ടി, ആ നമ്പർ പിന്നെ യാതൊരു വിവരവും ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങളൊരു ടീം ഒരു DYSPയുടെ നേതൃത്വത്തിലാണ് പോകുന്നത്. DYSPയുടെ നേതൃത്വത്തിൽ അങ്ങനെ ആദ്യം പോകുന്നത് ഈ ജാർഖണ്ഡിലെ ഉദുവ എന്ന സ്ഥലത്താണ്. അവിടെ DIGയുടെ ഓഫീസാണ്. അവിടെ നിന്ന് ചെന്ന് നേരെ ഒരു സാഹിബ്ഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ജാർഖണ്ഡിൻ്റെ ജില്ലയാണ്. അവിടെ ജില്ലയിലെ SP പോയി കാണുന്നു. SP-നോടുത്ത് ഞങ്ങൾ വിവരം പറഞ്ഞു. ബീഹാറിലെ ഈ ഇതിൽ കണ്ട ഒരാളെക്കുറിച്ച് ഇവർ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇതല്ല സ്ഥലം, ഈ ജാർഖണ്ഡിൽ നിന്ന് തൊട്ടടുത്ത 150 കിലോമീറ്റർ നദി കടന്നിട്ട് വേണം ഈ സ്ഥലത്തെത്താൻ. ബീഹാറിലെ കത്തിഹാർ എന്ന സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും അന്വേഷണ സംഘത്തിൽ എത്ര പേരുണ്ട്? ഒരു 6 പേരോളം അന്വേഷണ സംഘത്തിലുണ്ട്. അന്ന് പോയപ്പോൾ അന്ന് പോയതിൻ്റെ ഒരു ലീഡർ എന്ന നിലക്ക് അന്ന് ഞാനായിരുന്നു ലീഡർ സ്ഥാനത്തുണ്ടായിരുന്നത്. പേരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് SP-നോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇവിടെ ഒരു കളവ് നടത്തുന്ന ടീം ഈ ജാർഖണ്ഡിലെ ഒരു ഈ PR-പൂർ എന്ന ഗ്രാമവും ബീഹാറിലെ കുറേ ആളുകളുമായി സംഘം ചേർന്ന് മോഷണത്തിന് പോകാറുണ്ടെന്നും അങ്ങനെ ഒരു ടീമുണ്ടെന്നുള്ള വിവരം ആ SP-യുടെ നിന്ന് കിട്ടിയാണ്. SP വളരെ നല്ല മനുഷ്യനായിരുന്നു. പേര് ഞാൻ ധനഞ്ജയൻ എന്ന പേരാണ് ഓർക്കുന്ന SP-യുടെ പേര്. എൻ്റെ സഹായം ചെയ്തു തന്നു. അദ്ദേഹം അവിടത്തുള്ള ബീഹാറിലെ ഈ കത്തിഹാർ എന്ന സ്ഥലത്തുള്ള SP-യുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു.
ഞങ്ങളെ ഈ കത്തിഹാറിലേക്ക് എത്തുന്ന പറഞ്ഞാൽ 150 കിലോമീറ്റർ ഒരു ഫെറിയിലാണ് യാത്ര. ഈ ഫെറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് കാണുന്നത് നമ്മൾ ചെറിയ ഫെറിയല്ല, ഈ കല്ല് മണ്ണൊക്കെ കൊണ്ടുപോകുന്ന വലിയൊരു ചെങ്കാർന്നൊക്കെ എന്താ പറയാന്നില്ല, എല്ലാം ഉണ്ട്. കോറികൾ, പാറകൾ എല്ലാം ആ ഇതിൽ തന്നെ ഉണ്ട്, ചെങ്കാരിൽ തന്നെ ഉണ്ട്. പശുക്കളുണ്ട്, എല്ലാം ഉണ്ട്. അത് ഞങ്ങളും അതിൻ്റെ കൂടെ കയറി 150 കിലോമീറ്റർ അതിൽക്കൂടെ സഞ്ചരിച്ച് ഒരു ഗ്രാമത്തിലെത്തി, കത്തിഹാറിലെത്തി. അവിടുത്തെ SP കണ്ടു. ഞങ്ങൾ ഇങ്ങനെ ഒരാളെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ പേര് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അറിയാവുന്ന ഒരു ആളാണ്, ഇവിടെ ഒന്നും വലിയ മോഷണത്തിനൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ ഇദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് വെച്ച് അവിടുത്തെ പോലീസിൻ്റെ സഹായത്തോടെ അവനെ അറസ്റ്റ് ചെയ്യുകയാണ്. അശോക് ബാരിക് എന്നവൻ്റെ പേര്. അവനെ രാത്രി കൊണ്ട് ചോദ്യം ചോദിച്ചിട്ടൊന്നും പറയില്ല, ഒന്നും പറഞ്ഞില്ല. വെളുപ്പിന് അശോക് ബാരിക് അവനെ വെളുപ്പ് വരെ അവിടെ ഇരുത്തി ചോദ്യം ചെയ്ത് അവസാനം ചോദിച്ചപ്പോൾ പറഞ്ഞ്, ഞാനും നേരത്തെ SP പറഞ്ഞ സാഹിബ്ഗഞ്ചിലെ ബിയാർപൂരിലുള്ള ആളുകൾ ചേർന്നാണ് മോഷണത്തിന് കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞങ്ങൾ പിറ്റേ ദിവസം അവിടെയൊക്കെ ഭയങ്കര ഈ അശോക് ബാരിക്കിനൊക്കെ ചങ്ങല ഇടിച്ച് മൊത്തം സ്റ്റെൻ ഗണ്ണൊക്കെ കൊണ്ട് പോലീസ് പ്രൊട്ടക്ട് ചെയ്തത്. ഞങ്ങളിവിടുന്ന് പോയത് വെറും ചില സിനിമകളിൽ കാണാറില്ലേ, അത് തന്നെ ഉള്ളൂ. ഞങ്ങളൊരു ആയുധമില്ല, ഒന്നുമില്ല, വേറൊരു ആയുധം ഇല്ലാതെ ഞങ്ങൾ പോയേക്കുന്നത്. അങ്ങനെ നേരെ ഞങ്ങൾ ഈ അശോക് ബാരിക്കിനെ കൊണ്ട് അല്ലല്ല അശോക് ബാരിക്കിനെ കൊണ്ട് ഞങ്ങൾ അടുത്ത വീണ്ടും SP അടുത്ത് വീണ്ടും ജാർഖണ്ഡിലെത്തി. സാഹിബ്ഗഞ്ച് SP കണ്ടു. SP സഹായത്തിൽ കൊണ്ട് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് വലിയൊരു ഗ്രാമമാണ്, ഗ്രാമത്തിലാണ് മറ്റു പ്രതികളുള്ളത്. അങ്ങനെ ആ പ്രതികളൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒന്ന് ആ ഗ്രാമം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വേഷം മാറിയാണ് പോകുന്നത്. ഗ്രാമത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. കേസിനേക്കാൾ കൂടുതൽ ഗ്രാമത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്, ആ സംസ്ഥാനത്തിലെ ചെറിയ ഗ്രാമമാണ്. ആ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ അവിടേക്ക് ബസ്സൊന്നും ഇല്ല, ബസ് വന്നിട്ടില്ല. ഗ്രാമത്തിലേക്ക് ഒരു ചെറിയ ഒരു ഓട്ടോറിക്ഷ പോലത്തെ വണ്ടികൾ, 2 വീലർ മാത്രമേ പോകുള്ളൂ. റോഡ് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല അത്രയും. ഞങ്ങൾ അവിടെ ഒരു പോലീസിൻ്റെ ഒരു സഹായത്തോട് ബൈക്ക് 2 ബൈക്കുകാരെ ഞങ്ങൾ സംഘടിപ്പിച്ചു. ആ ബൈക്കിൽ ഞങ്ങൾ ഗ്രാമം മുഴുവൻ ഒന്ന് കാണാൻ വേണ്ടി പോയി. ആ ഗ്രാമം കാണാൻ വേണ്ടി പോയപ്പോൾ ഒരു അവസ്ഥ, ഒരു ചെറിയൊരു കൂരയിൽ എല്ലാം ആട്, പശു എല്ലാം നടക്കുന്ന കൂരകളിലാണ് ഗ്രാമത്തിൽ. അവിടെ വിദ്യാഭ്യാസം 2ാം ക്ലാസ്സിൽ ഒരു വിദ്യാഭ്യാസം അവിടെ കാണുന്നില്ല. അവരെക്കുറിച്ച് പഠിച്ചതിൽ അവിടെ വളർന്നു വരുന്ന ആളുകളൊക്കെ കളവിനാണ് അവർ പോകുന്നത്. അവരെ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞെങ്കിൽ മോഷണമാണ് മതി. മോഷണം 2 ഗ്രാമങ്ങളാണുള്ളത്. ഒരു ഗ്രാമത്തിൽ ഒരു കമ്മ്യൂണിറ്റി ആൾക്കാർ, മറ്റൊരു ഗ്രാമത്തിൽ മറ്റൊരു കമ്മ്യൂണിറ്റി ആൾക്കാർ. ഈ 2 കമ്മ്യൂണിറ്റിയിൽ അധികവും പേരും കളവിനാണ് പോകുന്നത്. ഇവർ ഭയങ്കര കമ്മ്യൂണൽ പ്രശ്നമൊക്കെ ഉണ്ടാവും. പക്ഷേ കളവിന് പോകുമ്പോൾ ഇവർ ഈ ഗ്രാമത്തിൽ ഒന്നിച്ചു അതിൽ എക്സ്പെർട്ടുകളെ തന്നെ എടുക്കും. ഗ്യാസ് കട്ടർ ഉപയോഗിക്കാൻ പറ്റുന്നവരെ ഈ ഗ്രാമത്തിൽ നിന്നും, വേറെ മറ്റുള്ള ഏതെങ്കിലും കളവ് കേസിലെ പണികൾക്കൊക്കെ കുത്തിപ്പൊളിക്കാനും പറ്റിയതിനും അതുപോലെ അത് എക്സ്പെർട്ടായ വേറെ ഗ്രാമത്തിൽ വരും. അവർ 2 പേരും ഒരുമിച്ച് വരും. അല്ലാത്ത സമയത്തൊക്കെ അവർ തല്ലും ബഹളം കാര്യങ്ങളൊക്കെ. അങ്ങനെ അവരെ പിടിക്കാൻ വേണ്ടി വളരെയധികം അങ്ങനെ എത്ര കാലയളവ് എടുത്തു? ഒരു 1-2 മാസത്തിനുള്ളിലാണ് ഈ പ്രതികൾ മുഴുവൻ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞത്. പക്ഷെ പിടിക്കാൻ കഴിയുന്നത് അവിടെ ചിലത് നേരിട്ട് പിടിക്കാൻ പറ്റില്ല. അവരൊക്കെ അവിടെ ചെന്ന് പഴയ കാലത്ത് പോലീസുകാരെയൊക്കെ വെടിവെച്ച് കൊന്ന ചരിത്രം പോലും അവിടെയുണ്ട്. അവരെയൊക്കെ നാടൻ തോക്കുകളൊക്കെ അവരെടുത്തുണ്ട്, നാടൻ തോക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്കൊരു വിവരം കിട്ടി, അവന് കള്ള് ഷാപ്പിൽ വന്നിട്ടുണ്ടെന്ന് ഒരുത്തൻ. അങ്ങനെ അവിടെ ഒരുത്തിനെ കൂടി നമ്മൾ കള്ള് ഷാപ്പിൽ നിന്ന് പിടിച്ച് അവനെയും നമ്മൾ ചോദിച്ചിരുന്നു. അവൻ പറഞ്ഞത് എൻ്റെ ഒരു കൂട്ടുകാരൻ മുർഷിദാബാദിലുണ്ട് എന്നത്. അവിടെ നിന്നും ദൂരമാണ്, വെസ്റ്റ് ബംഗാളിൻ്റെ അതിർത്തിയിലേക്ക് അത് പോകണം, മുർഷിദാബാദിലേക്ക് പോകണം. അങ്ങനെ നേരെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ടീം നേരെ മുർഷിദാബാദിൽ പോവുകയാണ്.
മുർഷിദാബാദിൽ ചെന്ന് അവിടുത്തെ പോലീസിനോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഒരു പ്രതിയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി എന്നുള്ളത്. പോലീസ് പറഞ്ഞു നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, നിങ്ങൾ റൂമിൽ പോയിരുന്നു, നിങ്ങൾ ഇറങ്ങരുത്, ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഇവിടെ നിങ്ങൾ അവർ വെടിവെച്ച് കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 5 പോലീസിനെ ഞങ്ങൾക്ക് ചുറ്റും അവർ ഗണ്ണും ഒക്കെ ആയിട്ട് ഞങ്ങൾ ചുറ്റുന്നു. പക്ഷെ ഞങ്ങൾക്ക് പ്രതിനെ പിടിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ സൈബർ സെല്ലിൽ നിന്ന് നമ്പറൊക്കെ കളക്ട് ചെയ്തു. പക്ഷേ ഇവർ പതുക്കെ ഈ പോലീസുകാരെ ഒഴിവാക്കി. ഞങ്ങൾ വീണ്ടും ഒരു എങ്ങനെയെങ്കിലും പ്രതിനെ പിടിക്കണമല്ലോ. പ്രതിനെ പിടിക്കാൻ വേണ്ടി എൻ്റെ ഒരു സുഹൃത്തുണ്ടായി, ഡൽഹിയിലൊരു സുഹൃത്ത്, ഒരു ചെറിയ സംഘടനയിൽ പ്രവർത്തിക്കുന്ന സുഹൃത്താണ്. ആ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ഇന്ന ഗ്രാമത്തിൽ പെട്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് പ്രതിനെ പിടിക്കാനുള്ള സഹായം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരാളെ നമ്മളെ പരിചയപ്പെടുത്തി. അദ്ദേഹം നമുക്ക് അവിടെ ആൾ പറഞ്ഞു എൻ്റെ പരിചയത്തിൽ ഒരു ഹോം ഗാർഡ് ഉണ്ട്, ആ ഹോം ഗാർഡിനെ പരിചയപ്പെടുത്തരാന്ന് പറഞ്ഞു. ഞങ്ങൾ പതുക്കെ ഈ പോലീസിനെ ഒഴിവാക്കിക്കൊണ്ട് ആ ഹോം ഗാർഡിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ലൊക്കേഷനിലേക്ക്, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രതി ലൊക്കേഷനിലേക്ക് പോകുന്നു. ലൊക്കേഷനിൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ സ്ഥലത്ത് നിൽക്കുന്നതായി കണ്ട് പതുക്കെ ഇവനാണെന്ന് പറയുകയും നമ്മൾ പിടിക്കുകയും ചെയ്തോടി ഇവൻ്റെ യാദൃശ്ചികമായിട്ട് ഇവൻ്റെ കഴുത്തിൽ നമ്മുടെ ജ്വല്ലറിയുടെ, കളവുകൈ ജ്വല്ലറിയുടെ മാല അവിടെ എടശ്ശേരി ജ്വല്ലറി എന്നാണ് പേര്, ED എന്ന് അതൊരു മുദ്രണം ചെയ്തിട്ട് കറക്റ്റ് മാല. മോഷണം പോകുന്നത് എടശ്ശേരി ജ്വല്ലറി നിന്ന്. അപ്പോൾ വളരെ സന്തോഷമായി ഞങ്ങൾക്ക്. ഇവരെ ഞങ്ങൾ ബലമായിട്ട് പിടിച്ചതെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങളെ ഇവിടുത്തെ ആളുകൾ ആക്രമിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ പിടിച്ച ഉടനെ തന്നെ എന്തോ അറിഞ്ഞുകൊണ്ട് അവിടുത്തെ പോലീസ് ഉടനെ തന്നെ എത്തിച്ചേർന്നു. അപ്പോൾ പോലീസിനോട് ഞങ്ങൾ പറഞ്ഞു ഇവൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്, ഇവൻ കുറച്ച് സ്വർണവും കാശും ഒക്കെ ഇവൻ വീട്ടിൽ സൂക്ഷിച്ചിട്ടെന്ന് പറഞ്ഞപ്പോൾ ആ പോലീസിന് ഭയങ്കര ഇൻട്രസ്റ്റായി. ആ പോലീസ് നമ്മുടെ കൂടെ വന്നു. ഇവൻ്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ ഒരു 10 ലക്ഷം രൂപയും അതേപോലെ കുറേ സ്വർണവും അതേപോലെ തന്നെ തോക്കും അവിടുന്ന് പിടിച്ചെടുത്തു. അവൻ തോക്കും പിടിച്ചെടുത്ത് അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്. എത്ര പേരുണ്ടായിരുന്നു? അപ്പം നമുക്ക് 3 പേരെ അവിടെ നിന്ന് കിട്ടി. അതിന് ശേഷമാണ് നമുക്ക് 2 പേരെ പിടിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ കൊണ്ടുവരും. ഞാൻ പറഞ്ഞു വന്നത് ഈ ഗ്രാമത്തിൽ നിന്ന് പിടിക്കുമ്പോൾ അത്ര എളുപ്പത്തിലല്ല സംഗതി കിട്ടുക. ഗ്രാമങ്ങൾ നമ്മളുടെ കയ്യിൽ വേറെ ആയുധങ്ങളും നമ്മുടെ കയ്യിലൊന്നുമില്ല. അവിടുത്തെ പോലീസിൻ്റെ ചിലപ്പോൾ കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ കിട്ടിയില്ല. ആ സഹായത്തോടു കൂടിയാണ് നമ്മൾ ആ പ്രതികളെ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് റിക്കവറിയും സാധനങ്ങളൊക്കെ കുറേയധികം സ്വർണം കിട്ടി. അങ്ങനെ പൈസയൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഹോൾഡർ റോബേഴ്സ് എന്ന് പറയാൻ കാരണം ഇവർ അധികവും കളവ് നടത്തുന്നത് ഈ ഹോളിഡേകളിലാണ് ഒരു കളവ് നടത്തുക. ശനി ഞായർ ദിവസം കളവ് നടത്തി കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പിറ്റേ ദിവസം തിങ്കളാഴ്ച വരുമ്പോഴാണ് ഈ കളവ് നടത്തുന്ന വിവരം ഈ കടക്കാരൻ അറിയുക എന്നുള്ളതാണ്. ഇത് ഇവര് നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെയും ഇത്തരത്തിൽ കുറെ ചെയ്തിട്ടുണ്ട്. അന്വേഷിച്ചപ്പോഴാണ് ഈ ഹോളിഡേ റോബേഴ്സ് നമ്മുടെ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും കണ്ണൂർ ഭാഗത്തൊക്കെ ഇവർ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ ഇതേ ആൾക്കാർ മോഷണം നടത്തിയിട്ടുണ്ട്. അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇവരിതുവരെ മോഷണം നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കുറേ കാലം ഇവർ കിടക്കും, ജയിലിൽ കിടക്കും, പുറത്തിറങ്ങും, വീണ്ടും ഇവർ ഇതേ കുലത്തൊഴിൽ പോലെ മോഷണത്തെ കാണുന്ന ആളുകളാണ്. PR പുരം എന്ന് പറയുന്ന ഗ്രാമം. ആ ഗ്രാമം നമുക്ക് ഈ ഗൂഗിളൊക്കെ PR പൂർന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നമുക്കറിയാം അവരുടെ ഗ്രാമത്തിൻ്റെ അവസ്ഥയും അവരുടെ കള്ളന്മാരുടെ അവസ്ഥയും അവർ ചെയ്ത മോഷണങ്ങളൊക്കെ നമുക്ക് പിന്നീട് അറിയാൻ കഴിയും. ഇവരെക്കുറിച്ച് നേരത്തെ അറിയെങ്കിൽ അവിടെ നമുക്ക് പോയിട്ട് ഇവരെ പിടിക്കാൻ തന്നെ നമ്മൾ ധൈര്യപ്പെടില്ലായിരുന്നു. നമുക്ക് ഇവരെക്കുറിച്ച് ഇത്ര ഭീകരന്മാരാണെന്നോ ഇവർ നമ്മൾ ആക്രമിക്കുമെന്നോ ആക്രമിക്കാനുള്ള ആക്രമിക്കാൻ അവര് ഈ കൂട്ടം കൂടിയും നമ്മൾ ആദ്യത്തെ പ്രതിനെ പിടിക്കുമ്പോഴും ഒക്കെ ഒരു സംഘം ചേർന്ന് നിൽക്കുകയാണ്. അവർ വരും. നമ്മൾ പെട്ടെന്ന് ആദ്യത്തെ പ്രതിയെ പിടിക്കുമ്പോൾ കഴുത്തിൽ മാലയുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ആ സ്ഥലം എവിടെയായിരുന്നു? ആ സ്ഥലം നമ്മൾ ഈ വെസ്റ്റ് ആദ്യത്തെ പ്രതിനെ പിടിക്കുമ്പോഴല്ല, അത് നമ്മൾ അവസാനത്തെ പ്രതിനെ പിടിക്കുമ്പോഴാണ് നമ്മൾ മുർഷിദാബാദ് പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു അത്. ആ സ്ഥലത്തിൻ്റെ അവിടുത്തെ ചെറിയ സ്കൂളിൻ്റെ അടുത്ത് വെച്ചാണ് അവരെ പിടിച്ചത്. പിടിച്ചപ്പോൾ തന്നെ അവരെ അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വണ്ടിയിലിട്ട്
വേറെ സ്ഥലത്തേക്ക് മാറ്റിയില്ലെങ്കിൽ അവരെല്ലാവരും വളഞ്ഞ് നമ്മൾ ആക്രമിക്കുകയും പ്രതിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അതിനുശേഷം അവിടുത്തെ പോലീസ് തോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരാൻ കഴിയുന്നു. ഇതേപോലത്തെ സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ബുക്ക് അങ്ങയുടെ ഈ എൻ്റെ കുറ്റാന്വേഷണ യാത്രകൾ എന്നീ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ആണ്. അതെ അതെ. അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഈ കുറ്റാന്വേഷണം നടത്തുമ്പം 6th സെൻസ് പ്രവർത്തിക്കുമെന്ന്. അല്ല, നമ്മൾ പരിചയത്തിൻ്റെ പുറത്താണ്. നമുക്കിങ്ങനെ ഒരു സ്ഥലത്ത് ഒരു പ്രതിനെ കുറിച്ച് അങ്ങനെ അന്വേഷിച്ച് പോയാൽ ഇടയ്ക്കൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ നമ്മുടെ മനസ്സിൻ്റെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ കൺമുമ്പിൽ എത്തിപ്പെടാവുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു ആഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് നമ്മുടെ കൺമുമ്പിൽ വന്നെത്തും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിരിക്കാം. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ തൃശ്ശൂരിൽ നിന്ന് ഈ മോഷണം പോയി ചാലക്കുടിയിൽ നിന്ന് മോഷണം പോയി. അപ്പോൾ ഈ പ്രതി ഇതായിരിക്കാം നമ്മുടെ ടാർഗറ്റ് പ്രതി എന്ന് പറയുന്ന ഐഡന്റിഫിക്കേഷൻ ഉണ്ടല്ലോ, അതിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ വഴികളൊന്ന് പറയാമോ? ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മൾ ഇതല്ല, മൊത്തം അവിടെ സൈബറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക. ആദ്യം നമ്മൾ ടവറുമായി ബന്ധപ്പെട്ട് ആ ടവറിൽ വന്ന എല്ലാ കോളുകളും നമ്മൾ പരിശോധിക്കും. പിന്നെ നമ്മൾ കിട്ടാവുന്ന പഴയ മോഷ്ടാക്കളുടെ ലിസ്റ്റ് എടുക്കും, നമ്പർ നോക്കും. അതൊന്നും നമുക്ക് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ മറ്റ് അന്വേഷണങ്ങളിലേക്ക്, ലോഡ്ജുകളിലേക്ക് മറ്റ് അന്വേഷണം പോകും. അങ്ങനെ ഒരു യാദൃച്ഛികമായിട്ട് ആ ലോഡ്ജിൽ വന്ന ഒരു അന്വേഷണമാണ് നമുക്കിതിലേക്ക് തൃശ്ശൂർ താമസിച്ചിരുന്നെന്നും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറയാം. അങ്ങനെ ഒരു കാര്യമാണ് നമുക്ക് അന്വേഷണത്തിലേക്ക്. പിന്നീട് അവരെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു? അതെ അതെ അതെ, അന്വേഷിച്ചു. ഇവർ ഇത്ര വലിയൊരു കളവ് കേസ് നടത്തുന്ന ആളുകളാണെന്നും ഇങ്ങനെയുള്ള ടീമുകൾ അവിടെ ഉണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കി. ശരിക്കും നമുക്ക് അത് കഴിഞ്ഞിട്ട് ബീഹാറിൽ ചെന്ന് കത്തിഹാറിൽ ചെന്നിട്ട് ഈ അശോക് ബാരിക്കിനെ പിടിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ള വലിയ ടീമിനെ കുറിച്ച് നമുക്ക് പിടികിട്ടിയത്. നമ്മൾ ഇങ്ങനത്തെ ടീമുകൾ ഈ കുറിച്ച് പല കേസുകളും കേരളത്തിലും അതുപോലെ അന്യ സംസ്ഥാനം അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയുള്ള ഹോളിഡേയ്സിൽ മാത്രം കളവെടുത്തുന്ന ടീമുകളുണ്ടെന്നും ഇങ്ങനെ ജാർഖണ്ഡ് ഭാഗത്ത് അല്ലെങ്കിൽ ബീഹാറിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ ഇത്തരത്തിലുള്ള മോഷ്ടാക്കളുണ്ടെന്നും നമുക്കൊരു ചെറിയ 13 കിലോ സ്വർണവും 6 ലക്ഷം രൂപയാണ് മോഷണം മുഴുവനും തിരിച്ചു കിട്ടി. അത് മുഴുവൻ തിരിച്ച് ഇവർക്ക് കുറേയധികം സ്വർണ്ണങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടി. പിന്നെ കുറേ സ്വർണ്ണങ്ങൾ ഇവർ കിട്ടില്ല. തിരിച്ചു കിട്ടാൻ ഇവരൊന്നും ബുദ്ധിമുട്ടാണ്. ഇവർ ശരിക്കും ഈ പ്രതികളെ കൊണ്ടുപോയാൽ ഒരു സ്വർണം പോലും തിരിച്ചിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവർക്ക് അതിനുശേഷം ബാക്കിയുള്ള തുകക്കുള്ള ഇൻഷുറൻസ് തുക എല്ലാം കാരണം മറ്റു രീതിയിൽ ഇവരത് വിനിയോഗിച്ച് ചെയ്യും. കുറേയധികം കാര്യങ്ങൾ ചെയ്യും. ഇവരെ തിരിച്ചു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിട്ടിയ സ്വർണ്ണങ്ങളൊക്കെ കൊടുക്കുകയും ബാക്കിയുള്ളത് അവർക്ക് ഇൻഷുറൻസ് ആയിട്ട് കിട്ടുകയാണ് ചെയ്തത്. എന്തായാലും അങ്ങയുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വലിയൊരു കള്ളന് വേണ്ടിയിട്ടുള്ള അലച്ചിൽ തന്നെയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള റിപ്പർ ജയാനന്ദനെ പോലുള്ള ആളുകളെ പിടിക്കാനും ആ സംഘത്തിലും അങ്ങ് ഉണ്ടായിരുന്നു. സുരേന്ദ്രനെ പിടിക്കാനുള്ള സംഘത്തിലുണ്ടായിരുന്നു. റിപ്പർ ജയാനന്ദനെ പിടിക്കാനുള്ള സംഘത്തിലുണ്ടായിരുന്നു. പക്ഷേ റിപ്പർ ജയാനന്ദൻ എൻ്റെ കൈകൊണ്ട് പിടിക്കാൻ കഴിഞ്ഞില്ല. അന്വേഷണം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ അന്വേഷണത്തിൽ നമ്മുടെ ഈ ബുക്കിൽ നമ്മൾ ഇതിലുള്ള ഒരു സിനിമ തന്നെ ഇതേപോലെ നമ്മുടെ മാതിരിയുള്ള സ്ക്വാഡുള്ള കണ്ണൂർ സ്ക്വാഡ് സിനിമ ഉണ്ടായിരുന്നല്ലോ, കണ്ണൂർ സ്ക്വാഡ്. ഈ സ്ക്വാഡിൻ്റെ അവർ ഇതേപോലുള്ള സ്ഥലങ്ങളിൽ അവർ മുമ്പ് പോയിട്ടുണ്ട്. ഡൽഹി അടുത്തുള്ള ബദായൂർ എന്ന ഗ്രാമത്തിലൊക്കെ ഇത്തരത്തിലുള്ള കളവും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് അതേ സെയിം തന്നെയാണ് നമ്മൾ തൃശ്ശൂർ സ്ക്വാഡും. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മികച്ച കുറ്റാന്വേഷകനുള്ള അവാർഡൊക്കെ അങ്ങേക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയും തുടർന്നും ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള അങ്ങയുടെ അനുഭവത്തിലുള്ള കഥകൾ, അന്വേഷിച്ച കഥകൾ പ്രേക്ഷകർക്കായിട്ട് പറയാം. എന്തായാലും ഒരുപാട് നന്ദി. ഓക്കെ.